ഹലോ എവ്രി വൺ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് നല്ല അടിപൊളി ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ ഗ്രേവിയാണ്. നല്ല സ്മൂത്ത് ആൻഡ് ക്രീമി ആയിട്ടുള്ള ഒരു ഗ്രീൻ കളർ ഗ്രേവി. അപ്പോൾ ഹരിയാലി പനീർ മസാല. നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം. അതിനായിട്ട് നമുക്ക് ആദ്യമായിട്ട് ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് നോക്കാം. അതിനായിട്ട് ഒരു വലിയ അണിയൻ ഇവിടെ സ്ലൈസ് ചെയ്തിട്ടുണ്ട്, 5 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ പീസ് ഇഞ്ചി, പിന്നെ പച്ചമുളക് നമ്മുടെ എരിവിനനുസരിച്ച് ചേർക്കാം, പിന്നെ ഒരു 1.5 സൈസ് മീഡിയം തക്കാളി. പച്ചമുളക് നമ്മുടെ ഗ്രേവിക്ക് ഒരു കളർ കൊടുക്കാനും ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് തന്നെ നമുക്ക് എരിവ് വേണ്ട എന്നുണ്ടെങ്കിൽ അതിൻ്റെ നടുക്കുള്ള സീഡ്സ് നമുക്ക് റിമൂവ് ചെയ്തിട്ട് അത് യൂസ് ചെയ്യാം. കുക്ക് ചെയ്യാൻ തുടങ്ങാം. അതിനായിട്ടൊരു പാനിൽ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അത് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് നമുക്കിവിടെ സ്ലൈസ് ചെയ്ത് വെച്ച അനിയൻസ് ചേർക്കാം. ഇതിൻ്റെ കളർ ഒന്ന് മാറി ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ കളറൊന്ന് മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ട വെളുത്തുള്ളി ചേർത്തു, ഇഞ്ചി ഒന്ന് ചോപ്പ് ചെയ്ത് ചേർത്തിട്ടുണ്ട്. ഇതും കൂടെ ജസ്റ്റ് നന്നായിട്ട് മിക്സ് ചെയ്യാം. അതിനുശേഷം നമ്മൾ പച്ചമുളക് ചേർക്കുകയാണ്. ഞാനിവിടെ ഒരുപാട് പച്ചമുളക് ചേർത്തിട്ടുണ്ട്, കാരണം നമ്മൾ ലാസ്റ്റ് തൈരും അതുപോലെ ഫ്രഷ് ക്രീമും ചേർക്കുന്നുണ്ട്. ആ സമയത്ത് എരിവ് നന്നായിട്ട് കുറയും. അങ്ങനെ അതുകൊണ്ട് നമ്മൾ സീഡ് വെച്ച് ചേർത്താൽ തന്നെ യാതൊരു കുഴപ്പമില്ല. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു പാൻ്റെ സൈഡിലോട്ടായിട്ട് കസൂരി മേത്തി ചേർക്കുകയാണ്. 1-2 ടീസ്പൂൺ ചേർക്കാം. അതൊന്നും അവിടെ നിന്ന് ചൂടായതിന് ശേഷം നമ്മുടെ അണിയൻസിലോട്ടേക്ക് തന്നെ മിക്സ് ചെയ്യാം. ഇങ്ങനെ ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിരിക്കും, നല്ല ഫ്ലേവർഫുൾ ആയിരിക്കും നമ്മുടെ ഗ്രേവി. അതിന് ശേഷം നമ്മൾ ടൊമാറ്റോസും കൂടെ ചേർക്കാം. അപ്പോൾ ടൊമാറ്റോസ് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, നന്നായിട്ട് മാഷ് ചെയ്യുന്നത് വരെ നമ്മൾ വഴറ്റി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിലേക്ക് വേണ്ട പാലക്ക് ചേർക്കാം. ഒരു ബഞ്ച് പാലക്കാണ് ഇവിടെ ചേർത്തിരിക്കുന്നത്. അതൊന്ന് റഫ്ലി ഒന്ന് ചോപ്പ് ചെയ്ത് ചേർത്താൽ മതി. ഇനി അത് എന്താവണം, ഒന്ന് സോഫ്റ്റ് ആവണം. അതിൻ്റെ ക്വാണ്ടിറ്റി ഒക്കെ ഒന്ന് കുറഞ്ഞ് അത് സോഫ്റ്റായി വരുന്നത് വരെ നമുക്ക് നന്നായിട്ട് ഇതിനെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ഒന്ന് മഷിയായി വന്നിട്ടുണ്ട്, ഒന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടെ ഒന്ന് മിക്സായി. ഇനി ഇത് ഈ ഒരു പരുവത്തിലാകുമ്പോഴേക്കും നമുക്കിതിലേക്ക് വേണ്ട കൊറിയാൻഡർ ലീവ്സ് ചേർക്കാം. ഞാനിവിടെ വലിയൊരു പിടി 2 കയ്യിൽ നിറയെ ചേർത്തിട്ടുണ്ട്. അതൊന്ന് ചോപ്പ് ചെയ്ത് ഒന്ന് റഫ്ലി ആയിട്ട് ചോപ്പ് ചെയ്ത് ചേർത്താൽ മതി. അത് നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആവുന്നത് വരെ നന്നായിട്ട് വഴറ്റി കൊടുത്തുകൊണ്ടേ ഇരിക്കാം. അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇപ്പോൾ വഴന്ന് വന്നിട്ടുണ്ട്. ഇങ്ങനെ വഴന്ന് വന്നതിന് ശേഷം 1-2 മിനിറ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ നന്നായിട്ട് ഇങ്ങനെ വഴറ്റി കൊടുത്തുകൊണ്ടേ ഇരിക്കാം. അതിന് ശേഷം ഇത് ചൂടാറാനായിട്ട് വെക്കാം. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് എന്നിട്ട് നമുക്കിതിനെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ഇവിടെ മിക്സ് റെഡിയായി. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തു. ഇത് ചൂടാറിയതിന് ശേഷം നമ്മൾ ഒരു മിക്സിയുടെ ജാറിലോട്ട് മാറ്റി നന്നായിട്ട് ഇതിനെ അരച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ചേർക്കാൻ ഞാനിവിടെ ചേർത്തിട്ടില്ല. നമുക്കിത് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. അതിനുശേഷം നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിൽ ഓയിൽ ഒഴിച്ച് പിന്നെ ആവശ്യത്തിനുള്ള ബട്ടറും കൂടെ ചേർത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് 2 ഗ്രാമ്പൂ, 3 ഏലക്ക, ചെറിയൊരു പീസ് നമ്മുടെ സ്റ്റാർ അനീസ് ചേർത്തിട്ടുണ്ട്, പിന്നെ പട്ട ചേർത്തു, പിന്നെ ബേ ലീഫും കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ചേർത്ത് നമുക്ക് നന്നായിട്ട് ഈ ഓയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ആ ഓയിലിൽ നമ്മുടെ ഗരം മസാലയുടെ ഫ്ലേവർ ഇറങ്ങുന്നത് വരെ. അതിന് ശേഷം നമുക്ക് ഈ ഇൻഗ്രീഡിയൻസിനൊക്കെ എന്ത് ചെയ്യാം, റിമൂവ് ചെയ്യാം. ഓക്കെ, ഇങ്ങനെ ഗരം മസാലയുടെ ഫ്ലേവർ ഇൻഫ്യൂസ് ചെയ്ത് ആ സെയിം ഓയിലിലോട്ട് തന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഗ്രീൻ പേസ്റ്റ് ചേർക്കാം. ഇനി ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം, ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത് പോലെ. ഏകദേശം ഒരു 3-4 മിനിറ്റ് നമ്മളിതിനെ ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കാം. ഇതിലേക്ക് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ ആ മിക്സി കൂടെ ഒന്ന് കഴുകി ഒഴിച്ചിട്ടുണ്ട്. ഓക്കെ, ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഏകദേശം ഒരു 3-4 മിനിറ്റ് നമുക്ക് ഈ ഒരു ടൈം കുക്ക് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് വേണ്ട മസാലകൾ ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. നമ്മളിവിടെ മുളക് പൊടി ചേർക്കുന്നില്ല, നേരത്തെ തന്നെ നമ്മൾ എരിവിനനുസരിച്ചുള്ള പച്ചമുളക് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് മസാലകളൊക്കെ ആയിട്ട് ഒരു 3/4 ടീസ്പൂൺ മല്ലിപ്പൊടിയും പിന്നെ ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞളും കൂടെ ഇവിടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിനെ നന്നായിട്ട് വഴറ്റിയെടുക്കാം. മഞ്ഞൾപ്പൊടി ചേർക്കുമ്പോൾ നമ്മുടെ കറിയിൽ നല്ലൊരു കളർ കിട്ടും, നല്ലൊരു ഗ്രീൻ കളറിനെ എൻഹാൻസ് ചെയ്യാൻ സഹായിക്കും. ഇത് വീണ്ടും നമ്മൾ എന്ത് ചെയ്യാം, ഒരു 2-3 മിനിറ്റ് ഇതിനെ വഴറ്റി കൊടുക്കാം. ഏകദേശം ആ ടോപ്പ് നല്ല ഷൈനി ആവുന്നത് വരെ, അല്ലെങ്കിൽ ഓയിൽ സെപ്പറേറ്റ് ചെയ്യുന്നത് വരെ നമുക്കിതിനെ വഴറ്റി കൊടുത്തുകൊണ്ടേ ഇരിക്കാം. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ മാത്രമേ ചെയ്യാൻ പറ്റൂ, ഹൈ ഫ്ലെയിമിൽ ചെയ്യരുത്. അപ്പോൾ ഇത് ഏകദേശം ഓയിൽ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ഗ്രേവിയുടെ കൺസിസ്റ്റൻസി, നമുക്ക് എത്രത്തോളം വെള്ളം ആവശ്യമുണ്ടോ അത്ര ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ ഏകദേശം ഒരു 1/2 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു തിക്ക് ഗ്രേവി ഉണ്ടാക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു 1/2 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട്. ഇനി ഇതിനെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ടുണ്ട്. ഓയിൽ ചെറുതായിട്ട് സെപ്പറേറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഈ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിനുശേഷം ഇതിലേക്ക് വേണ്ട ക്രീമി ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ചേർക്കാം. അതിനായിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ തൈര് നന്നായിട്ട് മിക്സ് ചെയ്യാം. അതിനുശേഷം ഗ്രേവിയിലോട്ട് ചേർത്ത് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാം, നമ്മളിതിനെ ഇളക്കിയെടുത്തുകൊണ്ടേ ഇരിക്കാം. അല്ലെങ്കിൽ നമ്മുടെ തൈര് പിരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ തൈര് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് നെക്സ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് ചേർക്കാം. അതേ നമ്മൾ ക്രീമും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോഴാണ് നല്ല റിച്ച് ആൻഡ് ക്രീമി ആയിട്ടുള്ള ഒരു കറി ആവുക. ഒരു 1.5 ടേബിൾ സ്പൂണോളം ക്രീമും കൂടെ ചേർക്കാം. നിങ്ങൾക്ക് ഒരുപാട് ക്രീമി ആയിട്ട് ഇഷ്ടമെന്നുണ്ടെങ്കിൽ ഒരു 2 മുതൽ 2.5 ടേബിൾ സ്പൂൺ വരെ ക്രീം ചേർക്കാം.
ഞാനിവിടെ ഫ്രഷ് ക്രീമാണ് ആഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ എന്താ നമ്മൾ ഗ്രേവിയിൽ ഇതൊക്കെ നന്നായിട്ട് മിക്സ് ആവുന്നത് വരെ ഇളക്കി കൊടുത്തോടെ ഇരിക്കാം. ശ്രദ്ധിക്കുക, നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തന്നെ ഈ രണ്ട് ഇൻഗ്രീഡിയൻസും ചേർത്ത് കൊടുക്കാം. ഓക്കെ, അപ്പം അതിനുശേഷം നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്തു ഒരു ലോ ടു മീഡിയമിലിട്ടിട്ട് വേണം നമ്മളിതിന് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. ഇനി ഇതിന് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കണം. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കാം. നമ്മൾ ഈ ഒരു സ്റ്റേജിലാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിന് മുമ്പേ നമ്മൾ ഉപ്പൊന്നും ചേർത്തിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇതിലേക്കൊന്ന് ഓയിൽ തെളിഞ്ഞ് വരുന്ന സമയത്തേക്ക് നമുക്ക് ആവശ്യമുള്ള പനീർ ചേർക്കാം. ഇവിടെ ഞാനൊരു 200 ഗ്രാംസിൻ്റെ പനീറാണ് ചേർത്തിരിക്കുന്നത്. അതും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഗരം മസാല, ഞാൻ ഏകദേശം 1 ടീസ്പൂൺ ഗരം മസാല ചേർത്തിട്ടുണ്ട്. അതും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി നമ്മുടെ പനീർ ഒന്ന് കുക്കാവുന്നത് വരെ ഏകദേശം 2-3 മിനിറ്റ് മാത്രം അതിനെ കുക്ക് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മുടെ ഗ്രേവി റെഡിയായി. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്. നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.